സ്പേം വജൈനയിൽ തന്നെ വീണില്ല എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ വെജൈനയിൽ വീണില്ലെങ്കിലും അതിൻ്റെ അടുത്തൊക്കെ ഇപ്പം അവിടുത്തെ സ്കിന്നിൽ വീണാലും ഈ സ്പേമിന് പെട്ടെന്ന് നീന്തി മുകളിലേക്ക് കയറാൻ പറ്റും. വളരെ പെട്ടെന്ന് ചടുലമായ വേഗതയോടെ പോകുന്ന ഒരു ഇതാണ് സ്പേം എന്ന് പറയുന്നത്. അപ്പോൾ വെജൈനയിൽ വീണില്ലെങ്കിൽ സാധ്യത വളരെ കുറവാണ്. പക്ഷേ അത് തന്നെ ഒരു ഗർഭനിരോധന മാർഗമാണ്. കോയിറ്റസ് ഇൻട്രപ്റ്റസ് എന്നൊക്കെ പറയുന്നത് ഒരു ഗർഭനിരോധന മാർഗം തന്നെയാണ്. വെജൈനയിൽ വീഴുന്നതിന് മുമ്പ് ഇതങ്ങ് മാറ്റുക എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്തും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാര്യം ആദ്യം വരുന്ന ഫ്ലൂയിഡിൽ തന്നെ ചിലപ്പോൾ സ്പേംസ് ഉണ്ടാകാം. ആക്ച്വലി ജാക്കുലേഷൻ നടക്കുന്നതിന് സ്പേം വരുന്നതിന് മുമ്പ് തന്നെ വരുന്ന ആ ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡിൽ തന്നെ ചിലപ്പോൾ സ്പേംസ് ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് വെജൈനയിൽ വീണില്ലെങ്കിൽ പ്രഗ്നൻസി സാധ്യത വളരെ കുറവാണ്. പക്ഷേ അത് വെജൈനയിൽ വീഴാതെ സൂക്ഷിക്കാനുള്ള പ്രക്രിയ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്.